സെപ്റ്റംബറിൽ നമ്മുടെ ക്ലയൻസ് വിളിച്ചിട്ട് ചോദിക്കും, സാറേ ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട് സാറേ? അതായത് മാർച്ചിൽ കഴിഞ്ഞ ബിസിനസിന്റെ മാർച്ചിൽ ക്ലോസ് ചെയ്ത ഫിനാൻഷ്യൽസിന്റെ പ്രോഫിറ്റ് എത്രയാണ്, എന്റെ ബിസിനസിനകത്ത് പ്രോഫിറ്റ് എത്രയാണെന്ന് പോലും അറിയാതെയാണ് പല ബിസിനസ് ഓണേഴ്സും എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര ആളുകൾ വീക്ക്ലി ബേസിൽ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എടുത്ത് അനലൈസ് ചെയ്യാറുണ്ട്? അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിന്റെ അക്കൗണ്ട്സ് യൂഷ്വലി ഫൈനലൈസ് ചെയ്യുന്നത്, ഓക്കെ, ഫോർ ലീഗൽ പർപ്പസ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് നോർമലി ഒരു സെപ്റ്റംബർ പീരീഡ് ഒക്കെയാണ്. സെപ്റ്റംബറിൽ നമ്മുടെ ക്ലയൻസ് വിളിച്ചിട്ട് ചോദിക്കും, സാറേ ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട് സാറേ? അതായത് മാർച്ചിൽ കഴിഞ്ഞ ബിസിനസിന്റെ മാർച്ചിൽ ക്ലോസ് ചെയ്ത ഫിനാൻഷ്യൽസിന്റെ പ്രോഫിറ്റ് എത്രയാണ്, എന്റെ ബിസിനസിനകത്ത് പ്രോഫിറ്റ് എത്രയാണെന്ന് പോലും അറിയാതെയാണ് പല ബിസിനസ് ഓണേഴ്സും എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ബിസിനസിനകത്ത് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു സ്കോർ കാർഡ് മാതിരിയാണ്. നമ്മുടെ ഒരു ഗെയിം കളിക്കുമ്പം അതിനകത്ത് ഒരു സ്കോർ കാർഡ് മാതിരിയാണ് എന്ത് നമ്മുടെ ബിസിനസിനകത്ത് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കാരാ അല്ലെ? ക്രിക്കറ്റ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, എല്ലാവരും കാണുന്നവരാണ് അല്ലെ? നമ്മള് ക്രിക്കറ്റ് കളി കാണുമ്പം നമ്മൾ എങ്ങനെയാ ഇത് കളി എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇത് കളി ജയിക്കുവോ അതോ ടി വി ഓഫ് ആക്കിയിട്ട് പോകാനുള്ള ടൈം ആയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാ? ആ സ്കോർ കാർഡ് നോക്കിയിട്ടാണ് അല്ലെ? നമുക്കറിയാം ഇനി ഓക്കെ അടുത്ത ഇത്ര ഓവറിൽ ഓരോ ഓവറിലും ഇത്ര റൺസ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യും അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിൽ നമുക്ക് റേറ്റ് നിർത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ട് അല്ലേ? അന്നേരം ഇതേപോലെ നിങ്ങളുടെ ബിസിനസിന്റെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത് ബിസിനസ്സിൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അന്നേരം ബിസിനസ്സിനകത്ത് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു നമ്മുടെ ബിസിനസിന്റെ ഒരു ലാംഗ്വേജാണ്. നമ്മുടെ ബിസിനസ് അതിന്റെ പ്രശ്നങ്ങൾ അതിന്റെ ഇഷ്യൂസ് എല്ലാം നമ്മളോട് റെഗുലർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് നമ്മുടെ ഏരിയ അല്ല, അത് നമ്മുടെ അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്ററിന്റെ ഏരിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് പാളിച്ചകളായി മാറുന്നത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗെയിമിനകത്തെ സ്കോർ കാർഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? നമ്മുടെ ഇതിനകത്ത് ഫിനാൻസ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കളിക്കുന്ന ഈ കണ്ടം ക്രിക്കറ്റ് മാതിരിയാണ് അല്ലെ? എറിയുന്നവൻ അറിയത്തില്ല ഇതിപ്പം എത്രാമത്തെ ബോളാന്ന് അവൻ അറിയത്തില്ല, അടിക്കുന്നവനും അറിയത്തില്ല ഇതിപ്പം എത്ര സ്കോർ ആയി അറിയത്തില്ല. ആ ഒരു രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫിനാൻസിനെ നോക്കിക്കാണും. അതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരിക. നിങ്ങൾ ഫിനാൻഷ്യൽ ആംഗിളിലും കൂടെ കാര്യങ്ങളൊന്ന് ചിന്തിക്കുക.